ഇംഗ്ലീഷ് ഒരു ബാലികേറാ മലയാളത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രപ്പോസിഷനുകളുടെ തുടർച്ചയായിട്ട് ഇന്ന് ഇൻറ്റു, ഓൺ ടു എന്നീ പ്രപ്പോസിഷനുകളെ പറ്റിയാണ് ഈ വീഡിയോയിൽ കൂടി പഠിക്കാൻ പോകുന്നത്. ഈ രണ്ട് പ്രപ്പോസിഷനുകളിൽ നമുക്ക് ആദ്യം ഇൻറ്റു എന്ന പ്രപ്പോസിഷനെ പറ്റി പഠിക്കാം. ഇൻറ്റു എന്ന പ്രപ്പോസിഷൻ്റെ ഉപയോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ സന്ദർഭത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സെന്റൻസ്, they have gone into the office, he walked into the room, the car moved into the garage. നമുക്ക് ഈ സെന്റൻസുകൾ കൂടി ഇൻറ്റു ഏത് സന്ദർഭത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അവർ ഓഫീസിനുള്ളിലേക്ക് പോയി. he walked into the room, അദ്ദേഹം റൂമിനുള്ളിലേക്ക് നടന്നു. അവിടെ പ്രധാനമായും ഇൻറ്റു ഉപയോഗിച്ചിരിക്കുന്നത് ഏതിലേലും ഉള്ളിലേക്കുള്ള മൂവ്മെന്റിനെ കാണിക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഓഫീസ് ആയാലും റൂം ആയാലും അതിനുള്ളിലേക്ക് മൂവ് ചെയ്തിരിക്കുകയാണ്. മൂന്നാമത്തെ സെന്റൻസിലായാലും ദ കാർ മൂവ്ഡ് ഇൻ ടു ദ ഗാരേജ്, ഗാരേജിലും ഉള്ളിലേക്ക് കാർ മൂവ് ചെയ്തു. അവിടെയും ഒരു മൂവ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. അവർ ഓഫീസിനുള്ളിലേക്ക് കയറുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം റൂമിനുള്ളിലേക്ക് നടക്കുന്നതോ അല്ലെങ്കിൽ കാറ് ഗ്യാരേജിനുള്ളിലേക്ക് വരുന്നതോ ആയ ഒരു മൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഇൻറ്റു എന്ന പ്രിപ്പോസിഷനിൽ കൂടിയാണ് സാധ്യമായത്. അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ആരെങ്കിലും എന്തിനേലും ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഇൻറ്റു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ഇൻറ്റു എന്ന പ്രപ്പോസിഷന്റെ ആദ്യത്തെ ഉപയോഗത്തെ പറ്റിയാണ്. നമുക്ക് പലപ്പോഴും ഏതെങ്കിലും ഒരു വസ്തു ഉള്ളിലാണ് എന്നൊക്കെ പറയാൻ വേണ്ടി ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാമെങ്കിലും ഏതെങ്കിലും ഒരു വസ്തുവിലേക്കുള്ള മൂവ്മെന്റിനെ, ആ ചലനാത്മകമായ പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഇൻറ്റു എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഇവിടെ ഇൻറ്റു ദ ഓഫീസ്, ഇൻറ്റു ദ റൂം, ഇൻറ്റു ദ ഗാരേജ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആ മൂവ്മെന്റിന്റെ ഒരു പ്രതീതി നമ്മളിൽ ഉളവാകുന്നുണ്ട്. അതേസമയം ഇൻ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുമ്പോൾ അത് ആൾറെഡി ഇൻസൈഡ് ആണ് എന്നുള്ള പ്രതീതിയാണ് കിട്ടുന്നത്. അവിടെ ആ മൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി ഇൻറ്റുവിന്റെ മറ്റൊരു ഉപയോഗത്തിലേക്ക് കടക്കാം. ദ കേക്ക് ഹാസ് cut into 4 pieces. The novel translated into 3 regional languages. The youth movement turned into a political party. He turned into a politician. ഈ പറഞ്ഞ 4 സെന്റൻസുകൾ നമുക്കൊന്ന് നോക്കാം. ഇൻറ്റു ഏത് സാഹചര്യത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. The cake has cut into 4 pieces. കേക്ക് 4 കഷ്ണങ്ങളാക്കി. The novel translated into 3 regional languages. നോവൽ 3 പ്രാദേശിക ഭാഷകളിലായിട്ട് വിവർത്തനം ചെയ്തു. ഈ 2 സെന്റൻസുകളിൽ നോക്കിയാൽ നമുക്ക് ആദ്യത്തെ സെന്റൻസിൽ ഒരു കേക്ക് ഉണ്ടായിരുന്നു, അത് 4 പീസസ് ആയി കട്ട് ചെയ്തു. അടുത്ത സെന്റൻസിൽ ഒരു നോവൽ ഉണ്ടായിരുന്നു, അത് 3 പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു. അപ്പോൾ അവിടെ രണ്ടിടത്തും ഒരു വസ്തു ഉണ്ടായിരുന്നു, അതിന്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം സംഭവിച്ചു, ഒരു ചേഞ്ച് ഉണ്ടായി. അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിനുണ്ടാകുന്ന മാറ്റത്തെ കാണിക്കാൻ വേണ്ടി നമ്മൾക്ക് ഇൻറ്റു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് കട്ട് ഇൻറ്റു 4 പീസസ് എന്നാണ് വന്നത്. അങ്ങനെ 4 കഷ്ണങ്ങളായപ്പോഴേ ഉണ്ടായിരുന്ന ആ കേക്കിന് ഒരു ചേഞ്ച് അവിടെ ഉണ്ടായി, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. അതുപോലെ തന്നെ നോവൽ ഒരു ഭാഷയിലായിരുന്നു, അത് 3 ലാംഗ്വേജിലായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ നോവലിനും അവിടെ ഒരു ചേഞ്ച് ഉണ്ടായി. അടുത്ത 2 സെന്റൻസുകളിലേക്ക് പോകാം. ദ യൂത്ത് മൂവ്മെന്റ് ടേൺഡ് ഇൻറ്റു എ പൊളിറ്റിക്കൽ പാർട്ടി. യുവജന പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറി. ടേൺഡ് ഇൻറ്റു എ പൊളിറ്റിക്കൽ പാർട്ടി. അതുപോലെ രണ്ടാമത്തെ സെന്റൻസിൽ ഹി ടേൺഡ് ഇൻറ്റു എ പൊളിറ്റീഷ്യൻ. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനായി മാറി, ചേഞ്ച് ആയി. ഈ 2 സെന്റൻസുകളിലും ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിന് ഉണ്ടായ ഒരു മാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. അതിനുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റത്തെ പറ്റിയാണ്. അങ്ങനെ നിലനിന്നിരുന്ന അവസ്ഥയിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തിനെങ്കിലും ഉണ്ടാകുന്ന മാറ്റത്തെ പറ്റി പറയുമ്പോൾ നമ്മൾക്ക് ഇൻറ്റു എന്ന പ്രപ്പോസിഷന് ഉപയോഗിക്കും. നമ്മളിപ്പോൾ കണ്ടത് ഇൻറ്റുവിന്റെ വളരെ നല്ലൊരു യൂസേജ് ആണ്. ഏതെങ്കിലും ഒരു കാര്യം, ഒരു ചേഞ്ച് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇൻറ്റു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കും. ഇനി നമുക്ക് ഇൻറ്റു എന്ന പ്രപ്പോസിഷന്റെ അടുത്ത യൂസേജിലേക്ക് കടക്കാം. He walked into the sunlight. They walked into the concert. ഈ 2 സെന്റൻസുകളിലെ ഉപയോഗം നമുക്ക് നോക്കാം. ആദ്യത്തെ സെന്റൻസ്, he walked into the sunlight. അദ്ദേഹം സൂര്യപ്രകാശത്തിലേക്ക് നടന്നു. രണ്ടാമത്തേത്, they walked into the concert. അവർ കലാപരിപാടികൾ നടക്കുന്നിടത്തേക്ക് നടന്നു. ഈ 2 സെന്റൻസിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഇതൊരു ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ആദ്യം അദ്ദേഹം സൂര്യപ്രകാശത്തിലേക്ക് നടന്നു, അവിടെ സൂര്യപ്രകാശത്തിന്റെ ദിശയിലേക്ക്, ആ ഡയറക്ഷനിലേക്ക് നടന്നു. രണ്ടാമത് കൺസേർട്ടിലേക്ക് നടന്നു, കൺസേർട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് നടക്കും. ഇത് രണ്ടും തന്നെ ഒരു ഡയറക്ഷനാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു മൂവ് ചെയ്യുന്നതിന്, പോകുന്നതിന് നമ്മൾക്ക് ഇൻറ്റു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. അതുകൊണ്ടാണ് അവിടെ ഇൻറ്റു ദ സൺലൈറ്റ്, ഇൻറ്റു ദ കൺസേർട്ട് എന്ന് വന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഇൻറ്റു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇൻറ്റുവിന്റെ അടുത്ത ഉപയോഗത്തിലേക്ക് കടക്കാം. ഷീ ഈസ് ഇൻറ്റു ഡാൻസിങ്, ഹി ഈസ് ഇൻറ്റു റീഡിങ്. ഈ 2 സെന്റൻസുകളും നമ്മൾ വളരെ ഇൻഫോർമൽ ആയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്.
എങ്കിലും നമുക്ക് അതൊന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസ് ഷീ ഈസ് ഇൻടു ഡാൻസിങ്. ഇൻടു ഡാൻസിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡാൻസ് ചെയ്യാൻ താല്പര്യമുണ്ട്, ഡാൻസിങ്ങിൽ താല്പര്യമുണ്ടെന്നാണ്. രണ്ടാമത്തെ സെന്റൻസിലും ഹീ ഈസ് ഇൻടു റീഡിങ്, അദ്ദേഹത്തിന് വായനയിൽ വലിയ താല്പര്യമാണ്. അപ്പോൾ രണ്ട് സന്ദർഭങ്ങളിലും കണ്ടത് ഒരാൾക്ക് ഒരു കാര്യത്തിലുള്ള താല്പര്യം അല്ലെങ്കിൽ ജിജ്ഞാസയാണ്. അങ്ങനെ ഏതെങ്കിലും കാര്യത്തിലുള്ള ജിജ്ഞാസ അല്ലെങ്കിൽ താല്പര്യം, എന്തൂസിയാസം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ഇവ കാണിക്കാൻ വേണ്ടി നമുക്ക് ഇൻടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കാം. ഇത് പക്ഷേ വളരെ ഫോർമൽ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ നമ്മൾ എഴുതാൻ സാധാരണയായിട്ട് ഉപയോഗിക്കാത്ത ഇൻടുവിന്റെ ഒരു യൂസേജിനെ പറ്റിയാണ് കണ്ടത്. വളരെ ഇൻഫോർമൽ ആയിട്ടാണ് ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് ആയാലും എന്തൂസിയാസം ആയാലും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇൻടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഇൻടുവിന്റെ അടുത്ത യൂസേജിലേക്ക് കടക്കാം. ഹി പുട്ട് മണി ഇൻടു ഹിസ് അക്കൗണ്ട്. He jumped into the pond. He drove into the park. He fell into the water. ഈ പറഞ്ഞ പല സെന്റൻസുകളിലും ഇൻ അല്ലെങ്കിൽ ഇൻടു എന്ന പ്രിപ്പോസിഷൻ നമുക്ക് ഉപയോഗിക്കാം. ആദ്യത്തെ സെന്റൻസ് ഹി പുട്ട് മണി ഇൻടു ഹിസ് അക്കൗണ്ട്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടു. അവിടെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടു എന്നുള്ളതിന് മണി ഇൻ ഹിസ് അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹി ജംപ്ഡ് ഇൻടു ദ പോണ്ട്. അവിടെയും അദ്ദേഹം കുളത്തിലേക്ക് എടുത്തു ചാടി. ഹി ജംപ്ഡ് ഇൻ ദ പോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആ മൂവ്മെന്റ് സെൻസ് കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ സാധാരണയായി ജംപ്ഡ് ഇൻ ദ പോണ്ട് എന്നും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഹി ഡ്രോവ് ഇൻ ടു ദ പാർക്ക്. അവിടെയും ആദ്യത്തെ സെന്റൻസുകളിൽ പറഞ്ഞതുപോലെ ഒരു മൂവ്മെന്റ് ആണ്, പാർക്കിലേക്കുള്ള മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. അടുത്തത് ഹി ഫെൽ ഇൻ ടു ദ വാട്ടർ. അദ്ദേഹം വെള്ളത്തിലേക്ക് വീണു. അപ്പോൾ വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു അവസ്ഥ ഇൻടു യൂസ് ചെയ്യുമ്പോൾ അവിടെ വരുന്നുണ്ട്. പക്ഷേ ഇൻടു എന്ന പ്രിപ്പോസിഷൻ ചേർന്ന് വന്നിരിക്കുന്ന ഈ വാക്കുകളോടൊക്കെ തന്നെ നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷനും ഉപയോഗിക്കുന്നുണ്ട്. പുട്ട്, ജംപ്, ഡ്രൈവ്, ഫാൾ ഇവയോടൊക്കെ തന്നെ ഇൻ അല്ലെങ്കിൽ ഇൻടു നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടത് ഇന്നും ഇൻടുവും സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന ചില സെന്റൻസുകളാണ്, ചില സന്ദർഭങ്ങളാണ്. അവിടെ ഇൻടു എന്ന പ്രിപ്പോസിഷൻ വരുമ്പോൾ പ്രധാനമായിട്ടും വരുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റിന്റെ ഫീല് നമ്മൾക്കുണ്ടാകുന്നുണ്ട്, ആദ്യത്തെ സെന്റൻസുകളിൽ പറഞ്ഞതുപോലെ തന്നെ. പക്ഷേ ഇൻ എന്ന പ്രിപ്പോസിഷൻ അവിടെ വരുമ്പോൾ ആ മൂവ്മെന്റ് നമ്മൾക്ക് ആ ഒരു പ്രതീതി നമ്മൾക്ക് ഉണ്ടാകുന്നില്ല. അതാണ് അവ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. നമ്മളിപ്പോൾ ഇൻടു എന്ന പ്രിപ്പോസിഷന്റെ യൂസേജിനെ പറ്റിയാണ് കണ്ടത്. നമ്മൾ പഠിച്ചതൊക്കെ ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു എന്തിനേലും ഉള്ളിലേക്ക് മൂവ് ചെയ്യുന്നത് കാണിക്കാൻ, ആ ഒരു സെൻസ് ഓഫ് മൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇൻടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് കണ്ടു. പിന്നീട് ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നതിനെ, ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഇൻടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് കണ്ടു. പിന്നീട് ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഇൻടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത് കണ്ടു. അതുകൂടാതെ ഇൻടു ഇന്നും ഉപയോഗിക്കുന്ന ചില സന്ദർഭങ്ങളും നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഓൺ ടു എന്ന പ്രിപ്പോസിഷനിലേക്ക് പോകാം. ആദ്യത്തെ സെന്റൻസ് ദ ആർമി മൂവ്ഡ് ഓൺ ടു ദി കാർഗിൽ ഹിൽ. ഹി സ്റ്റെപ്ഡ് ഓൺ ടു ദി ടെറസ്. ഓൺ ടുവിന്റെ ഉപയോഗത്തിലെ ഈ രണ്ട് സെന്റൻസുകൾ നമുക്കൊന്ന് നോക്കാം. ദ ആർമി മൂവ്ഡ് ഓൺ ടു ദി കാർഗിൽ ഹിൽ. അവിടെ സൈന്യം കാർഗിൽ ഹില്ലിലേക്ക്, കാർഗിൽ കുന്നുകളിലേക്ക് മൂവ് ചെയ്തു. ഓൺ ടു ദി കാർഗിൽ ഹിൽ എന്നാണ് വന്നത്. കാർഗിൽ ഹിൽ എന്ന് പറയുന്നത് ഒരു സർഫേസ് ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ നോക്കിയാൽ ഹി സ്റ്റെപ്ഡ് ഓൺ ടു ദ ടെറസ്. അദ്ദേഹം ടെറസിലേക്ക് പോയി, കയറി. അപ്പോൾ കാർഗിൽ ഹിൽ ആയാലും ടെറസ് ആയാലും ഒരു സർഫേസ് ആണ്, ഒരു സർഫേസ് പൊസിഷൻ ആണ്. അങ്ങനെ ഒരു സർഫേസിലേക്കുള്ള മൂവ്മെന്റിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓൺ ടു എന്ന പ്രപ്പോസിഷൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ കാർഗിൽ ഹിൽ ആയാലും ടെറസ് ആയാലും ആ സർഫേസിലെ പൊസിഷനിലേക്ക് ഉള്ള മൂവ്മെന്റിനെ, ആ ചലനത്തിന്റെ പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ ഓൺ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇൻടു എന്ന പ്രപ്പോസിഷനിൽ നമ്മൾ കണ്ടു ഏതെങ്കിലും വസ്തു ഉള്ളിലേക്ക് പോകുന്നു എന്ന് കാണിക്കാൻ, അതിന്റെ ചലനത്തെ പ്രതിനിധാനം ചെയ്യാൻ വേണ്ടിയാണ് ഇൻടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഉപരിതലത്തിൽ ഏതെങ്കിലും വസ്തുവിന് മേളിലേക്കുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉപരിതലത്തിലേക്കുള്ള മൂവ്മെന്റിനെ നമ്മൾ ആ ഒരു മൂവ്മെന്റ് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓൺ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിവിടെ കണ്ടത് ഏതെങ്കിലും ഒരു വസ്തുവിന്റെ സർഫേസിലേക്കുള്ള മൂവ്മെന്റിനെ കാണിക്കാൻ വേണ്ടിയാണ്, ആ സർഫേസ് പൊസിഷനിലേക്കുള്ള മൂവ്മെന്റിനെ കാണിക്കാൻ വേണ്ടിയാണ് ഓൺ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചത്. ഇനി ഓൺ ടുവിന്റെ അടുത്ത യൂസേജിലേക്ക് പോകാം. ദ ഡോർ ലുക്ക് ഔട്ട് ഓൺ ടു ദി മാർക്കറ്റ്. ദ ഹൗസ് ഈസ് ഫേസിംഗ് ഓൺ ടു ദ സീ. നമുക്ക് ഈ രണ്ട് സെന്റൻസുകളുടെ ഉപയോഗത്തിലേക്ക് ഒന്ന് കടക്കാം. ആദ്യത്തെ സെന്റൻസ് ദ ഡോർ ലുക്ക് ഔട്ട് ഓൺ ടു ദി മാർക്കറ്റ്. ദ ഡോർ ലുക്ക് ഔട്ട് ഓൺ ടു ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡോർ തുറന്നാൽ നമ്മൾ നോക്കുന്നത് മാർക്കറ്റിലേക്കാണ്. വാതിൽ തുറന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻ അത് മാർക്കറ്റിലേക്കാണ്. രണ്ടാമത്തെ സെന്റൻസിൽ ദ ഹൗസ് ഈസ് ഫേസിംഗ് ഓൺ ടു ദ സീ. വീട് കടലിനെ ഫേസ് ചെയ്യുന്നു, കടലിനെ അഭിമുഖമായി നിൽക്കുന്നു.
രണ്ടാമത്തെ സെന്റൻസിൽ ദ ഹൗസ് ഈസ് ഫേസിംഗ് ഓൺ ടു ദ സീ, വീട് കടലിനെയാണ് അഭിമുഖീകരിക്കുന്നത്, ഫേസ് ചെയ്യുന്നത്. ബിൽഡിങ് അല്ലെങ്കിൽ ഡോറ് ഇവയൊക്കെ ഏതിനേലും ഫേസ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് ലീഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ നമുക്ക് ഓൺ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡോറ് വിൻഡോ ഇവയൊക്കെ തന്നെ എവിടേക്കെങ്കിലും ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഡയറക്ഷൻ ഫോക്കസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾക്ക് ഓൺ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാവുന്ന കണ്ടു. ഇനിയും ഓൺ ടുവിന്റെ അടുത്ത യൂസേജിലേക്ക് കടക്കാം. ഹി ഈസ് ഓൺ ടു ദ കേസ്, ദേ ക്യാൻസൽ ദ ടൂർ ആസ് ദേ ആർ ഓൺ ടു ദി ബാഡ് വെതർ. നമ്മൾ ഇൻറ്റു എന്ന പ്രപ്പോസിഷനിൽ കണ്ടതുപോലെ വളരെ ഇൻഫോർമലായിട്ട് ഓൺ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ കണ്ടത്. നമുക്കത് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസ് ഹി ഈസ് ഓൺ ടു ദ കേസ്. ഓൺ ടു ദ കേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ കേസിനെ പറ്റി ബോധവാനാണ്, പൂർണ്ണമായും അദ്ദേഹത്തിന് അതിനെപ്പറ്റി അറിയാം. അതുപോലെ രണ്ടാമത്തെ സെന്റൻസിൽ ദേ ക്യാൻസൽ ദ ടൂർ ആസ് ദേ ആർ ഓൺ ടു ദ ബാഡ് വെതർ. മോശം കാലാവസ്ഥ കാരണം അവർ ടൂറ് ക്യാൻസൽ ചെയ്തു. മോശം കാലാവസ്ഥയെ പറ്റി അവർക്ക് അറിവുണ്ടായിരുന്നത് കൊണ്ട് അവർ ടൂർ ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി ഫുള്ളി അവെയർ ആയിരുന്നത് കൊണ്ട്, അവർക്ക് അതിനെപ്പറ്റി ആൾറെഡി അറിയാമായിരുന്നത് കൊണ്ട് അവർ ആ കാര്യം ചെയ്തില്ല. അപ്പോൾ ഏതെങ്കിലും കാര്യത്തെ പറ്റി ആരെങ്കിലും ഫുള്ളി അവെയർ ആണെന്ന് പറയാൻ, പൂർണ്ണമായും അതിനെപ്പറ്റി അറിവ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി നമ്മൾക്ക് ഓൺ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാം. നമ്മൾക്ക് ഏതെങ്കിലും ഒരു കാര്യം ഫുള്ളി അവെയർ ആയിരുന്നു, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി അറിവുള്ളതായിരുന്നു, അതിനെപ്പറ്റി അറിയാമായിരുന്നു എന്ന് പറയാൻ വേണ്ടി ഇൻഫോർമലായിട്ട് നമ്മൾക്ക് ഓൺ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാവുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഓൺ ടുവിന്റെ മറ്റൊരു ഉപയോഗത്തിലേക്ക് കടക്കാം. ഹി ക്ലൈംബ്ഡ് ഓൺ ടു ദ ഹിൽ ടോപ്പ്. ഹി ക്ലൈംബ്ഡ് ഓൺ ദ ഹിൽ ടോപ്പ്. ഈ രണ്ട് സെന്റൻസുകളും പ്രധാനമായിട്ടും പറയുന്നത് ഓൺ എന്ന പ്രപ്പോസിഷനും ഓൺ ടു എന്ന പ്രപ്പോസിഷനും ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസത്തെ പറ്റി കാണിക്കാൻ വേണ്ടിയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസ് നമ്മൾ പറഞ്ഞു ഹി ക്ലൈംബ്ഡ് ഓൺ ടു ദ ഹിൽ ടോപ്പ്. ആദ്യത്തെ സെന്റൻസുകളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹിൽ ടോപ്പിലേക്കുള്ള മൂവ്മെന്റിനെ കാണിക്കാൻ വേണ്ടിയാണ് അവിടെ ഓൺ ടു ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സെന്റൻസിൽ ഹി ക്ലൈംബ്ഡ് ഓൺ ദ ഹിൽ ടോപ്പ്. അദ്ദേഹം ജസ്റ്റ് ഹിൽ ടോപ്പിൽ കയറി എന്നുള്ള ഒരു പ്രതീതിയെ അവിടെ വരുന്നുള്ളൂ, അവിടെ മൂവ്മെന്റ് വരുന്നില്ല. പക്ഷേ വേറൊരു വ്യത്യാസം ഈ രണ്ട് സെന്റൻസും തമ്മിലുള്ളത്, ഓൺ ടു ദ ഹിൽ ടോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഹിൽ ടോപ്പിലേക്കുള്ള കയറ്റം, അവിടെ ഹിൽ ടോപ്പിലേക്കുള്ള മൂവ്മെന്റ് ആ ഹിൽ ടോപ്പിന് വെളിയിൽ എവിടെ വെച്ചോ തുടങ്ങിയതാണെന്നുള്ള ഒരു പ്രതീതി അവിടെ വരുന്നുണ്ട്. അതേസമയം ഓൺ ദ ഹിൽ ടോപ്പ് എന്ന് പറയുമ്പോൾ ആ ഹിൽ ടോപ്പിന് അടുത്ത് വെച്ച് തന്നെ ആ ഹിൽ ടോപ്പിൽ തന്നെ കയറി എന്നുള്ള ഒരു പ്രതീതിയാണ് അവിടെ കിട്ടുന്നത്. അതേസമയം ഹി ക്ലൈംബ്ഡ് ഓൺ ദ ഹിൽ ടോപ്പ് എന്ന് പറയുമ്പോൾ ക്ലൈംബിംഗ് അവിടെ തന്നെ തുടങ്ങിയതാണ്. ആദ്യത്തെ സെന്റൻസിൽ ഹി ക്ലൈംബ്ഡ് ഓൺ ടു ദ ഹിൽ ടോപ്പ്, ആ ഹിൽ ടോപ്പിന് വെളിയിൽ നിന്നുണ്ടായ ഒരു മൂവ്മെന്റ് ഹിൽ ടോപ്പിന്റെ എൻഡിലേക്ക് കൊണ്ടെത്തിച്ചു. അവിടെ എൻ പോയിന്റ് ആണ്, ഹിൽ ടോപ്പ് ആണ് എൻ പോയിന്റ്. അതേസമയം രണ്ടാമത്തെ സെന്റൻസിൽ വെളിയിൽ നിന്നുള്ള ഒരു പോയിന്റിൽ നിന്നാണ് മൂവ്മെന്റ് വന്നതെന്ന് ഉള്ള ഒരു പ്രതീതി നമ്മളിൽ ഉണ്ടാവുന്നില്ല. ക്ലൈംബിംഗ് എന്ന പ്രോസസ്സ് നടക്കുന്നത് ഹിൽ ടോപ്പിൽ തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ എൻഡ് ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രതീതി നമ്മളിലേക്ക് വരുന്നില്ല. നമ്മളിപ്പോൾ ഓണും ഓണ്ടും ഉപയോഗിക്കുമ്പോൾ സെന്റൻസിലെ ആശയങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസമാണ് പ്രധാനമായും ഇവിടെ കണ്ടത്. ഓൺ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചപ്പോൾ ഹിൽ ടോപ്പിലേക്ക് വെളിയിലൊരു പോയിന്റിൽ നിന്ന് മൂവ് ചെയ്ത് കയറിയ ഒരു പ്രതീതിയും, അതേസമയം ഓൺ എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചപ്പോൾ ഹിൽ ടോപ്പിൽ തന്നെയാണ് മൂവ്മെന്റ് നടന്നത്, ഹിൽ ടോപ്പിലാണ് ക്ലൈംബിംഗ് നടന്നതെന്നുള്ള ഒരു പ്രതീതി മാത്രമേ കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ ഓൺ ടു ഉപയോഗിച്ചപ്പോൾ എൻ പോയിന്റ് ഹിൽ ടോപ്പിലാണെന്നുള്ള ഒരു പ്രതീതിയും നമ്മൾക്ക് കിട്ടി. ഇത് തന്നെയാണ് ഓണും ഓണ്ടും തമ്മിലുള്ള പ്രധാന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രധാനമായും ഓൺ ടു ഉപയോഗിക്കുമ്പോൾ ഒരു ചലനാത്മക ഒരു മൂവ്മെന്റിലുള്ള ഒരു പ്രതീതി നമുക്ക് എല്ലായിടവും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ടു ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളെ പറ്റി പഠിച്ചതൊക്കെ ഒന്നുകൂടി ഒന്ന് സമ്മപ്പ് ചെയ്യാം. ആദ്യമായി നമ്മൾ കണ്ടത് ഏതെങ്കിലും ഒരു സർഫേസ് പൊസിഷനിലേക്കുള്ള ഒരു മൂവ്മെന്റിനെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഓൺ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നതാണ്. പിന്നീട് ഏതെങ്കിലും ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോറ്, വിൻഡോ ഇവയൊക്കെ ഏതിനേലും ഫേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ അത് ലീഡ് ചെയ്യുന്നു, അത് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടേക്കാണ് അത് ലീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ബിൽഡിങ് അവിടേക്കാണ് ഫേസ് ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഓൺ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത് കണ്ടു. പിന്നെ ഇൻഫോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെ പറ്റി നമ്മൾ ബോധവാനായിരുന്നു, അതിനെപ്പറ്റി പൂർണ്ണമായ അറിവുണ്ടായിരുന്നു, ഫുള്ളി അവെയർ ഓഫ് എന്നുള്ള ഒരു അർത്ഥത്തിൽ നമ്മൾ ഓൺ ടു ഉപയോഗിക്കുന്നത് കണ്ടു. പിന്നീട് ഓണും ഓണ്ടും ഒരു സെന്റൻസിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആശയ വ്യത്യാസമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഇൻറ്റു ഓൺ ടു എന്നീ പ്രപ്പോസിഷനുകളുടെ ഉപയോഗത്തെ പറ്റിയാണ് ഇതുവരെ കണ്ടത്.
അപ്പോൾ നമ്മൾ കണ്ടു ഇൻറ്റു എന്ന പ്രപ്പോസിഷൻ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും മൂവ് ചെയ്യുന്നതിനെ കാണിക്കാൻ വേണ്ടിയാണെന്ന്, അല്ലെങ്കിൽ ഉള്ളിലേക്കെന്ന് പ്രതീതി നമുക്ക് ഉളവാക്കുന്ന കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയും നമ്മൾ ഇൻറ്റു ഉപയോഗിക്കുന്നത് കണ്ടു. അതുകൊണ്ടാണ് ഇൻറ്റു ദ കൺസേർട്ട്, ഇൻറ്റു ദ സൺലൈറ്റ് എന്നൊക്കെ വന്നത്. അവിടെയൊക്കെ നമ്മൾ സൺലൈറ്റിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ കൺസേർട്ട് എന്ന ആ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് എന്നൊക്കെയുള്ള ആ പ്രതീതിയിലാണ് ഇൻറ്റു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഓൺ ടു എന്ന പ്രപ്പോസിഷനും ഏതെങ്കിലും ഒരു സർഫേസിലേക്കുള്ള മൂവ്മെന്റിനെ കാണിക്കാനാണെന്ന് നമ്മൾ പറഞ്ഞു. ഇൻറ്റു ഉപയോഗിച്ചതുപോലെ തന്നെ ഒരു സർഫേസിലേക്കുള്ള മൂവ്മെന്റ് വരുമ്പോൾ അല്ലെങ്കിൽ സർഫേസിലേക്കെന്ന പ്രതീതി തോന്നുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഓൺ ടു എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നതായിട്ടാണ് കണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഓൺ ടു ദ മാർക്കറ്റ് എന്നൊക്കെ ഉപയോഗിച്ചത്. ഓൺ ടു ദ മാർക്കറ്റ് എന്ന ഉപയോഗം തന്നെ അവിടെ ആ ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മാർക്കറ്റിന്റെ ഇൻസൈഡ് എന്നുള്ള വ്യാഖ്യാനത്തെ അല്ല. നിങ്ങൾക്ക് ഈ ഇൻറ്റു ഓൺ ടു എന്ന ഈ പ്രിപ്പോസിഷനെ പറ്റിയുള്ള വീഡിയോ പ്രയോജനപ്രദമാണെന്ന് കരുതുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പ്രാക്ടിക്കലായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഇംഗ്ലീഷ് ഒരു ബാലികേറാമലി അല്ലാതെയാക്കാം.